ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുളക് കൃഷിയെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും നട്ടുപിടിപ്പിക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇനിയും മുളക് നട്ടുപിടിപ്പിക്കാത്തവർ ആരും വീട്ടിൽ കാണരുത്, നമ്മുടെ നാട്ടിൽ കാണരുത്. നമ്മുടെ ഗ്രോ ബാഗിനകത്തോ സിമെൻറ്റ് ചാക്കിനകത്തോ അല്ലെങ്കിൽ ടെറസിലോ മണ്ണിലോ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് 10 മൂട് മുളക് നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം കുറേ പേര് കാണുമ്പം ചോദിക്കാറുണ്ട്, കമൻറ്റ് ചോദിക്കാറുണ്ട്, മിനി ഇപ്പം കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ എൻ്റെ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ടായിരിക്കാം. അപ്പം നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. പിന്നെ ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ തരം പച്ചക്കറി വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു 30-ലധികം വെറൈറ്റി പച്ചമുളക് വിത്തുകളുണ്ട്. കൂടാതെ ഇപ്പം 2 ടൈപ്പും കൂടെ വന്നിട്ടുണ്ട്. പെപ്പർ ബജ്ജി മുളകും അതേപോലെ തന്നെ ബൈഡഗി മുളകുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കാശ്മീരി മുളകിൻ്റെ ഒരു വെറൈറ്റി ഇനമാണത്. പിന്നെ പെപ്പർ ബജി എന്ന് പറയുന്നത് ഒരുപാട് നീളം ഇല്ല എങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുളകാണ് പെപ്പർ ബജി എന്ന് പറയുന്നത്. അപ്പം ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. എന്തായാലും ആദ്യം നമുക്ക് ഈ നട്ടേനകത്തൊക്കെ ഇച്ചിരി വളം കൊടുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് നട്ടേന്നും കൂടെ പറഞ്ഞു തന്നിട്ട് പിന്നെ നടുന്ന രീതി കാണിച്ചു തരാമേ. അപ്പം ഇതാണ്ട് നമ്മൾ നട്ടേക്കുന്ന ഗ്രോ ബാഗിനകത്ത് ആദ്യമേ ഇതേപോലെ പുല്ലൊക്കെ വളർന്ന് കയറി വരുമെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അങ്ങ് പറിച്ച് മാറ്റിക്കളയണം. അപ്പം ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ വളമിടുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും അതേപോലെ തന്നെ സൂപ്പർ മീലും ഒക്കെ കൊടുത്തിട്ട് കുറച്ച് മണ്ണും അതിൻ്റെ മേളിൽ ഇട്ടിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം മണ്ണും അതിൻ്റെ വളവും എല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് എന്താ വേണമെന്ന് അറിയാമോ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കൈയും കൊണ്ട് അങ്ങ് ഇളക്കിയാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് കല്ലുകൾ ഇങ്ങനെ തെളിഞ്ഞു വരും, അതിനെയൊക്കെ നമുക്കങ്ങ് പറക്കി മാറ്റിക്കളയും. ഇപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ അങ്ങോട്ട് മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ ഈ ആയുധം എന്ന് വെച്ചാൽ നമ്മുടെ പെയിൻ്റ് അടിക്കുമ്പം ഒരു റോളറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ സ്പോഞ്ച് അങ്ങ് പോയിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഇത്. അപ്പം വല്ലവനും പുല്ലും ആയുധം എന്നാണല്ലോ, അപ്പം നമ്മളെല്ലാം ആയുധങ്ങളാക്കും ഇത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ചുവട് ഇതേപോലെ, ഒരിക്കലും ഇതിൻ്റെ ചുവട് നമ്മളെ തറയാനായിട്ട് വിടരുത്. നൈസായിട്ട് ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ടിപ്സുകളൊന്നും മറക്കരുത് കേട്ടോ. എല്ലാ പച്ചക്കറിക്കും വേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കുഞ്ഞു കുഞ്ഞു വേരുകളൊന്നും പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. താഴ്വേരിന് കുഴപ്പമൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ പുല്ലുകളൊക്കെ യഥാസമയം അങ്ങ് പറിച്ച് മാറണം. രാവിലെയും വൈകുന്നേരമൊക്കെ നിരീക്ഷണം വേണമെന്ന് പറയുന്നത് അതാണ്. നമ്മുടെ നോട്ടം ഉണ്ടെങ്കിൽ വലിയ കീടനാശിനികളൊന്നും തളിക്കാതെ നമുക്കിതൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം ഇതേപോലെ അങ്ങോട്ട് ചെയ്യണം. എല്ലാം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുല്ലുകളെല്ലാം പറിച്ച് മാറ്റി ഇതിൻ്റെ താഴെ നിൽക്കുന്ന ഇലകളും കൂടെ അങ്ങ് നുള്ളി മാറ്റുക. മണ്ണുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഇലകളെ നമ്മളങ്ങ് നുള്ളി മാറ്റിയേക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ ശീമക്കൊന്നയുടെ ഇല 4 ചുറ്റിനും അങ്ങോട്ട് വെച്ച് കൊടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. മുളക് നടുന്ന രീതി ഞാൻ കാണിച്ചു തരാമേ. ആദ്യമേ ഈ വളപ്രയോഗം ഒന്ന് കാണട്ടെ. അപ്പം നല്ലതുപോലെ എല്ലാ സൈഡിലോട്ടും. ശീമക്കൊന്നയുടെ ഇലയുടെ ഗുണമൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകം ഇട്ട് കൊടുക്കും. നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പം കട്ടിക്കുള്ള ആഹാരം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു 2-3 തവണ നമുക്ക് കൊടുക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ആഹാരം കുറച്ചിട്ട് കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ കുറച്ചിട്ട് നമുക്ക് സ്ലറികൾ രൂപത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു സ്വല്പം നമ്മുടെ സൂപ്പർ മീലാണ് ഇതിന് ചുറ്റും, ചുവട്ടിലോട്ടൊന്നും പോകരുത്, ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ എല്ലാത്തിനും അങ്ങോട്ട് ചെയ്യണം. ഈ ശീമക്കൊന്നയുടെ ഇല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പച്ചിലകൾ ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ വേരുള്ളത് ഇട്ട് കൊടുക്കരുത്, വേരില്ലാത്ത പച്ചിലകൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിയില ഇട്ട് കൊടുക്കാം.
ഇത് ഇത്രയും നമ്മൾ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പോകരുത്. ഇത് നല്ലതുപോലെ ദ്രവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഗ്രോ ബാഗൊക്കെ നല്ലതുപോലെ നൂത്ത് വെച്ചിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാനായിട്ട്. 2 കൃഷിയൊക്കെ നമുക്ക് ഇതിനകത്തൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം തക്കാളി കൃഷി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുളക് കൃഷിയും കൂടെ ആക്കുക. ഗ്രോ ബാഗാണേ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയും നമുക്ക് എന്തെങ്കിലും കട്ടിക്കുള്ള ആഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തേക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലത്. ട്രീറ്റ് ചെയ്തേക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ കുമ്മായം ഇട്ട് 10 ദിവസം ഇട്ട് വെച്ചിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനെയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ വേറൊരു വളം, ഒരു സ്ലറിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓരോ സ്ലറികൾ 2-3 ദിവസമൊക്കെ ഇടവിട്ട് ഓരോന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി സ്ലറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അരി ഊറ്റുന്നതായ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക. പാത്രത്തിൻ്റെയും നമ്മുടെ സിമൻറ്റ് ചാക്കിൻ്റെയും ഒന്നും ചന്തമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്കെന്ന് പറയുന്നത്. കണ്ടോ, ഈ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ട് കുതിർക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. കണ്ടോ, ഒരു കഷ്ണം ഇട്ടതാണ് ഇത്. അപ്പോൾ ഇത്രയും അങ്ങോട്ട് ആയി വരും. കടലപ്പിണ്ണാക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല ചെടികൾക്കൊക്കെ വളരെ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഒന്നാണ്. അപ്പോൾ അതാ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് അങ്ങോട്ട് കലക്കി. ഇനി അടുത്ത വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ചാണകം കലക്കി വെച്ചേക്കുന്നതാണ്. അതിനകത്ത് നന്നായിട്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ആറ്റിയതിന് ശേഷം ഒന്ന് കലക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് അതും കൂടെ എടുക്കുക. കണ്ടോ, ചാണകവെള്ളം കുറച്ച് കൂടിയിരുന്നാലും യാതൊരു കുഴപ്പമില്ല. ഇനി അതിനകത്ത് നമുക്ക് ഒഴിക്കാം. നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഈ ചാണകവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ആക്കി വെച്ചിരിക്കുന്നതായ ഫിഷ് അമ്മനാണിത്. ഫിഷ് അമ്മനും അടിക്കാണ്ട് നല്ല ലേഹ്യം പോലെ വരുന്നുണ്ടോ. ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങുന്നതായ മത്തിയുടെ വേസ്റ്റ് എടുത്താൽ നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. അതല്ല നമ്മൾ 1 കിലോ മത്തി വാങ്ങിച്ച് 1 കിലോ ശർക്കരയിട്ട് ലെയറായിട്ട് മത്തി ചെറുതായിട്ട് അരിയണം. അതല്ലെങ്കിൽ മിക്സിയിൽ ഒരു അടി അടിച്ചിട്ട് ശർക്കരയിട്ട് ലെയറായിട്ട് 21 ദിവസം വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളി ഫിഷ് അമനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണേ. അപ്പോൾ ഇത്ര എടുത്തിട്ട് പിന്നെ ഈ ബക്കറ്റിൽ നിറയെ വെള്ളം കൂടെ എടുത്തിട്ട് നമ്മുടെ ഈ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സ്ലറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് ചുറ്റും നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളമൊക്കെ ഇച്ചിരി കട്ടയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നി നന്നായിട്ട് നമ്മൾ കലക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് മണ്ണും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇച്ചിരി മണ്ണിടുമ്പോഴത്തേക്ക് പിന്നെ ആ പ്രശ്നം അങ്ങ് മാറും. കട്ട പിടിക്കുന്നു. ഇങ്ങനെ അങ്ങ് ഓരോ വളവും കൊടുത്തതിന് ശേഷം ഒരു കുറേശ്ശെ മണ്ണ് നമുക്ക് നമ്മൾ അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഓരോ വളങ്ങൾ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മുളക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നീളനെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ മുളകിൻ്റെയൊക്കെ ചുവട്ടിൽ ഓരോ കമ്പ് കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. ചീനിക്കമ്പാണെന്നുണ്ടെങ്കിൽ തല തിരിച്ച് കുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ ചെടിയോടൊപ്പം തന്നെ അത് കിളിച്ച് വരും. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാം കിളിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിൻ്റെ കിളിയിലൊക്കെ നമ്മളങ്ങ് ഓടിച്ച് മാറ്റി കളയണം. അപ്പോൾ സിമൻറ്റ് ചാക്കിൽ മുളക് നടുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ വളപ്രയോഗം ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിമൻറ്റ് ചാക്കിൽ ഒരു കൃഷി കഴിഞ്ഞ ചാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ചന്തമൊന്നും നോക്കണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ ഇതിനകത്ത് കരിയില നിറയ്ക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ശീമക്കൊന്നയുടെ ഇല നിറയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചിലകളോ ന്യൂസ് പേപ്പർ ബൈൻഡുകൾ അങ്ങനെയൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിറയ്ക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൊടിഞ്ഞ കരിയില ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറേ ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചു വാരുന്ന കരിയിലയൊക്കെ ഒരിടത്ത് കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ചാക്കിനകത്ത് വാരി കെട്ടി വെക്കുകയോ ഒക്കെ ചെയ്താലും നമുക്ക് കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു അരഭാഗത്തോളം കരിയില ഇട്ട് കൊടുത്തു. ഈ കരിയില നമ്മൾ ചാക്കിനകത്തൊക്കെ വാരി കെട്ടി വെക്കുമ്പം കുറച്ച് ചാണക വെള്ളം അതിനകത്ത് തളിക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കരിയില കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഗ്രോ ബാഗിനകത്തിരിക്കുന്ന നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണിനകത്ത് കുറച്ച് ചാണകപ്പൊടിയോ സൂപ്പർ മീലോ ഒക്കെ ഇട്ടിട്ട് ഉള്ള മണ്ണ് നമുക്കിനകത്ത് ഇടാവുന്നതാണ്.
അതോട്ട് കുറച്ച് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും കൂടെ കിടക്കട്ടെ. കുറച്ച് ചാണകപ്പൊടി അതിനകത്തോടെ ഇടാം. കുറച്ച് നമ്മുടെ സൂപ്പർ മീൽ അതുപോലെ തന്നെ ചാണകപ്പൊടി അതിനകത്ത് ചുറ്റിനോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയും കുറേയും കൂടെ മണ്ണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെയിറ്റൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് ഞെടുക്കാം. ഈ ചാക്ക നമുക്ക് തിരിച്ചിടാൻ പറ്റത്തില്ല. അടി ഭാഗത്ത് കുറച്ച് കട്ടി ഉണ്ടായതുകൊണ്ടേ തിരിച്ചിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു ഷേപ്പ് ഇല്ലാതിരിക്കുന്നത്. ഷേപ്പൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇതിൻ്റെ മേലോട്ട് കുറേയും കൂടെ മണ്ണിട്ട് കൊടുക്കാം. മണ്ണൊക്കെ നിറച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ ചാക്കിനകത്ത് 3-4 സൈഡിലായിട്ട് 3-4 കുത്ത് കൊടുക്കണം കേട്ടോ. കുത്തെന്ന് പറഞ്ഞാൽ ഹോൾസ് ഇട്ടിട്ട്, ഇപ്പം വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മുടെ ചെടിയൊക്കെ നിന്ന് അവിഞ്ഞു പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് 3-4 ഹോൾസ് ഇട്ടത്. അപ്പം ഇനി ആവശ്യത്തിന് മണ്ണും കൊടുത്തിട്ട് ഇങ്ങനെ നടുക്കോട്ടൊരു കുഴി ഒഴിക്കുക. അപ്പം മണ്ണ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇനി നടുക്ക് നമ്മുടെ ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഹോൾസ് ഇട്ട് ഇങ്ങനെ വയ്ക്കുക. ഉണ്ടോ? വയ്ക്കുക. അതിനകത്തോട്ടൊരു സ്വല്പം ചാണകപ്പൊടി ഇടാം. നമ്മുടെ ചെടിക്ക് വളരാനുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ തൈ നടുന്നത്. തൈ കണ്ടോ? നമ്മുടെ മാലിമുളകിൻ്റെ തൈയാണിത്. ഇതിനെ എടുക്കുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കതിനെ എടുക്കാം. അപ്പോൾ നമ്മുടെ ചെടിയെ നമ്മൾ പോട്ടിനകത്ത് നിന്ന് എടുത്തു. ആ ചാണകത്തിനകത്തോട്ട് നമുക്കതിനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഒന്ന് അമർത്തിയിട്ട് മണ്ണ് ചുറ്റിനും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നടുമ്പം തന്നെ ഒരു സ്വല്പം സൂഡോമോണസ് എടുത്തിട്ട് കലക്കി ഇതിനകത്ത് നമ്മൾ നടുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും കീടശല്യങ്ങളോ ഒക്കെ വരുമെന്നുണ്ടെങ്കിലും അതിൻ്റെ നല്ല വേരോട്ടത്തിനും സൂഡോമോണസ് സഹായിക്കും കേട്ടോ. ഇതിപ്പോൾ നട്ടുടനെ ഭയങ്കര വെയിൽ ഉള്ള സ്ഥലത്ത് വയ്ക്കാതിരിക്കുക. ഇച്ചിരി തണലുള്ള സ്ഥലത്ത് 2-3 ദിവസം വെച്ചതിന് ശേഷം വേണം ഇത് നമ്മൾ വെയിലത്തോട്ട് ഒരു ഫുൾ സൺലൈറ്റ് കിട്ടുന്നിടത്ത് കൊണ്ടുവയ്ക്കാതിരിക്കുക. എപ്പോഴും മുളകിനെ ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എത്രയാണ് ഒരു മുളക് നടുന്ന രീതി. അപ്പം മുളക് നടുന്ന രീതിയും അതേപോലെ തന്നെ വളപ്രയോഗം ചെയ്ത രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വെള്ളം ഇതിന് ആവശ്യമാണ്. വെള്ളം ദിവസം 2 പ്രാവശ്യമെങ്കിലും നമ്മൾ നടുന്ന സമയത്ത് അവർ ജീവനോട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ 2 നേരമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ചുറ്റിനും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ മുളകിൻ്റെ കൃഷിയൊക്കെ കണ്ടല്ലോ. അപ്പം ഇനിയും എനിക്ക് ഗ്രോ ബാഗ് വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സ്ഥലമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് വളരെ ഈസി ആയിട്ട് 5 പൈസ ചിലവില്ലാതെ ഈ സിമെൻറ്റ് ചാക്കിനകത്തൊക്കെ അത് നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതേപോലെയൊക്കെ കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ, മുളകും മാത്രമല്ല കേട്ടോ, എല്ലാം നമുക്ക് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തക്കാളി കൃഷിയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ മുളകൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഒരു 10 മുളക് നട്ടാലും നമുക്കൊരു 6-7 മുളകെങ്കിലും നമുക്കത് ഫലവത്തായിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മുളക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്. ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഇതുപോലെ വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.